നമസ്കാരം. ഋണമോചനം, കടത്തിൽ നിന്ന് മോചനം, ധനം കൈവരിക്കുവാനായിട്ടുള്ള മന്ത്രങ്ങളാണ്. ഋണമോചനം എന്ന് പറയുമ്പോൾ തന്നെ കടത്തിൽ നിന്ന് മോചനം. കടം എന്ന വാക്കുകൾ പലാവർത്തി നമ്മൾ ഉരുവിടും തോറും നമ്മളിലേക്ക് കടങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് കടം എന്നാരും പറയാതിരിക്കുക. ഋണം എന്ന് പറഞ്ഞാൽ കടമാണ്. അതിൽ നിന്ന് മോചനം കൈവരിക്കാനും ധനം നമുക്ക് ധാരാളമായിട്ട് കൈവരിക്കാനുള്ള ഒരു മന്ത്രമാണ് പറയുന്നത്. ഇത് നിത്യവും ജപിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു യന്ത്രമുണ്ട്. അത് എഴുതി നമ്മൾ ശരീര കവചമായിട്ട് ധരിക്കുന്നതോ അല്ലെങ്കിൽ അത് എഴുതി പോക്കറ്റിലോ മറ്റോ പേഴ്സിലോ ഒക്കെ സൂക്ഷിക്കുന്നതോ ഒക്കെ നമുക്ക് നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. കാരണം ഒട്ടും ധനമില്ലാത്തവർക്ക് ഇങ്ങനെയെങ്കിലും ഒരു ഉപാധി ചെയ്യുന്നത് സൗന്ദര്യലഹരിയിൽ 23-ാമത്തെ ശ്ലോകമാണ്. വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്കിത് പ്രയോഗിക്കാൻ സാധിക്കുന്നതാണ്. എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് പക്ഷേ അതൊരു ഗുരുമുഖത്തു നിന്ന് ദീക്ഷയായിട്ടെടുത്ത് നിങ്ങൾ ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ത്വയാഹൃദാവാമം വപുര പരിതൃപ്തേന മനസ്സ ശരീരാർദ്ധം ശംഭോരുമ പരമഭിശങ്കേ ഖുദാമഭൂൻ യഥേ തത്വഭ്രുവം സകല രുണാഭം ത്രിനയനം കുജാഭ്യം മം നമ്രം കുടിലശശി ചൂടാലമകുടം. ഇത് തകിടിലെഴുതി ഗ്രഹത്തിൽ സൂക്ഷിക്കുന്നതും പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും അത് ധരിക്കുകയൊക്കെ ചെയ്യുന്നത് ധനാകർഷണത്തിനും ഋണമോചനത്തിനും ഒക്കെ വളരെയേറെ പ്രധാനമാണ്. ഈ മന്ത്രമല്ല, മന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു യന്ത്രമുണ്ട്. അത് ചിത്രം എഴുതി തകിടിലെഴുതി യഥാവിധി പൂജിച്ച് നിങ്ങൾ ഗ്രഹത്തിൽ സൂക്ഷിക്കുകയോ ശരീരത്തിൽ ധരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അക്ഷരത്തെറ്റുകളില്ലാതെ ഇത് നിരന്തരമായിട്ട് ജപിക്കുന്നതും അത് പ്രയോഗിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുതരുന്നതാണ്. അക്ഷരത്തെറ്റില്ലാതെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് ഒരു കൺസൾട്ടിങ് ചെയ്ത് ഇത് എഴുതി വാങ്ങിയിട്ട് പോകാവുന്നതാണ്.